ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു പട്ടുപാവാടേൻ്റെ വീഡിയോ ആണ് കാണിക്കുന്നത്. കഴിഞ്ഞ പട്ടുപാവാടേൻ്റെ വീഡിയോയിൽ ഒരു പട്ടുപാവാട തയ്ക്കാൻ എത്രത്തോളം ഫാബ്രിക് വേണം എന്നതിൻ്റെ കാൽക്കുലേഷനായിരുന്നു നമ്മൾ കണ്ടത്. എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ കയ്യിലുള്ള ഫാബ്രിക് വെച്ചിട്ട് എങ്ങനെ ഒരു പട്ടുപാവാട ചെയ്തെടുക്കാമെന്നാണ് അതിൻ്റെ കാൽക്കുലേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് കാണിക്കാൻ പോകുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കേട്ടോ. ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിൻ്റെ കാൽക്കുലേഷനിലേക്ക് പോകാം. എനിക്കിവിടെ വേണ്ടത് ടോട്ടൽ ലെങ്ത്ത് 31 ഇഞ്ചുള്ള ഒരു പട്ടുപാവാടയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളൊരു പട്ടുപാവാട ഇപ്പോൾ ചെയ്യുമ്പം ഇതായിട്ടാണ് ചെയ്യുന്നത്. ബെൽറ്റ് വേണം, അതിൻ്റെ താഴത്തേക്കുള്ള പ്ലീറ്റ്സ് ഇടുന്ന ഫാബ്രിക് വേണം. ബെൽറ്റിന് വേണ്ടിയിട്ട് 2 ഇഞ്ച് എടുക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ 31 ഇഞ്ചുള്ള ഒരു പട്ടുപാവാടയ്ക്ക് 2 ഇഞ്ച് ബെൽറ്റ് കഴിഞ്ഞാൽ ബാക്കി 29 ഇഞ്ചാണ് വരിക അല്ലേ. 31-ന് 2 പോയാൽ ബാക്കി 29 പ്ലസ് 29ൻ്റെ കൂടെ ഈ ബെൽറ്റ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ചും കൂടി നമുക്ക് ഫാബ്രിക്കിൻ്റെ കൂടെ വേണം, സീം അലവൻസും കൂടി വേണം. 29.5 ഇഞ്ച് നമുക്ക് പ്ലീറ്റ്സിനുള്ള തുണി വെട്ടിയെടുക്കണം. ഇപ്പോൾ ലെങ്ത്തിൻ്റെ കാര്യത്തിൽ കൺഫ്യൂഷൻ ഇല്ലല്ലോ. എത്രയാണോ വേണ്ട ടോട്ടൽ ലെങ്ത്ത് അതിൻ്റെ കൂടെ ബെൽറ്റിൻ്റെ ലെങ്ത്ത് കുറച്ച് പ്ലീറ്റ്സിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ചും കൂടി ആഡ് ചെയ്താൽ നമുക്കിതിൻ്റെ നീളം കണക്കാക്കാൻ പറ്റും. നമ്മുടെ കയ്യിൽ എത്രയാണോ ഫാബ്രിക് ഉള്ളത് അതിന് മൊത്തത്തിൽ ഇപ്പോൾ ഞാനൊന്ന് 4ആയിട്ട് മടക്കി മുറിക്കാനുള്ള എളുപ്പത്തിന് 4ആയിട്ട് മടക്കിയിട്ടതിന് ശേഷം ഇപ്പം നമുക്ക് വേണ്ട 29.5 ഇഞ്ചുണ്ടല്ലോ അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. 29 പ്ലസ് 1/2 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്തിട്ടാണ് 29.5 മാർക്ക് ചെയ്യുന്നത്. ഇത് നമ്മുടെ കയ്യിൽ ഉള്ള ഫാബ്രിക്കാണ്. അത് അടിയിൽ കസവ് വരുന്ന 2 ഭാഗം അടിയിലും മേലെയും കസവ് വരുന്ന ഒരു ഫാബ്രിക്കാണ്. നമ്മളിങ്ങനെ സെറ്റ് പാവാടയ്ക്കായിട്ട് നമ്മൾ മേടിക്കൂല്ലേ, അതാണ് സെറ്റായിട്ട് മേടിക്കുന്ന ഇതാണ് ഉള്ളത്. കസ്റ്റമർ കൊണ്ടു തന്ന ഒരു മെറ്റീരിയലാണ്. ഇത് വന്നിട്ട് 110 ഇഞ്ചാണ് ഇതിൻ്റെ ടോട്ടൽ വീതി വരുന്നത് കേട്ടോ. 270 മെറ്റീരിയൽ ഉള്ളത്. ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഒരു പട്ടുപാവാട പ്ലീറ്റ്സ് ഇട്ട് തയ്ച്ചെടുക്കുന്നതെന്ന് നമുക്ക് ഈ വീഡിയോയിൽ കാണാം. ഓക്കെ, ഇപ്പം നമ്മുടെ കയ്യിലുള്ളത് നമുക്ക് വേണ്ട മെഷർമെൻറ്റ് എന്തൊക്കെയാണ്? വേസ്റ്റ് റൗണ്ടും ലെങ്ത്തും. അതിലിപ്പോൾ നമ്മൾ ലെങ്ത്തിൽ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കിത് വേസ്റ്റ് റൗണ്ടിലേക്ക് സെറ്റാക്കി എടുക്കണം. 29 ഇഞ്ചാണ് എനിക്ക് വേസ്റ്റ് റൗണ്ട് വരേണ്ടത്. നമുക്ക് ഈ പട്ടുപാവാടേൻ്റെ വേസ്റ്റ് റൗണ്ട് 29 ഇഞ്ചാണ് വരേണ്ടത്. നമ്മുടെ കയ്യിലുള്ള ഫാബ്രിക് എന്ന് പറയുന്നത് ഫാബ്രിക്കിൻ്റെ വിഡ്ത്ത് 110 ഇഞ്ചസ് ആണ് ഉള്ളത്. 110 ഇഞ്ചസ്. ഓക്കെ, ഇനി നമുക്ക് തയ്ക്കാൻ വേണ്ടത് ഇതിൻ്റെ പ്ലീറ്റ്സിൻ്റെ സൈസ്. നമ്മളിപ്പോൾ പട്ടുപാവാട തയ്ക്കുമ്പോൾ അതിൽ ബെൽറ്റ് കഴിഞ്ഞിട്ട് താഴത്തേക്ക് നമ്മൾ എടുക്കുന്ന ആ ഒരു ഞൊറിവുണ്ടല്ലോ, ഞൊറിയുടെ സൈസാണ് പ്ലീറ്റ് സൈസ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മളിങ്ങനെ ഓരോന്ന് ഇട്ട് കൊടുക്കുമല്ലോ, ആ ഒരു പ്ലീറ്റ്സിൻ്റെ വീതിയാണ് പ്ലീറ്റ് സൈസിൽ ഉദ്ദേശിക്കുന്നത്. അത് 1 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. 1 ഇഞ്ച് വീതിയുള്ള ഓരോ പ്ലീറ്റ്സാണ് ഇട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, 29 ഇഞ്ചാണ് വേസ്റ്റ് റൗണ്ട് വരുന്നത്. അതിൽ 1 ഇഞ്ചിൻ്റെ പ്ലീറ്റ്സാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്പർ ഓഫ് പ്ലീറ്റ്സ് എത്ര വരും? 29 വരും അല്ലേ. സ്വാഭാവികമായിട്ടും 29 ഇഞ്ച് തന്നെയാണ് വരിക. 29 അര വേസ്റ്റ് റൗണ്ട് ആകുമ്പം 1 ഇഞ്ചിൻ്റെ പ്ലീറ്റ്സ് വെച്ചിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അത് 29 നമ്പർ ഓഫ് പ്ലീറ്റ്സ് 29 എണ്ണം വരും. അത് നമുക്കിവിടെ എഴുതി വെക്കാം. 29 എന്ന് എഴുതി വെക്കാം. അതിപ്പോൾ 30 ആണെങ്കിൽ 30 ആയിരിക്കും, 35 ആണെങ്കിൽ 35 ആയിരിക്കും. ഇനി എത്രയാണോ നമ്മുടെ വേസ്റ്റ് റൗണ്ട് അതിൽ 1 ഇഞ്ചിൻ്റെ പ്ലീറ്റ്സ് നമ്മൾ എടുക്കുമ്പോൾ അത് സെയിം തന്നെയായിരിക്കും നമ്മുടെ നമ്പർ ഓഫ് പ്ലീറ്റ്സ് വരുന്നത്. വേസ്റ്റ് റൗണ്ട് തന്നെയായിരിക്കും 1 ഇഞ്ചിൻ്റെ എടുക്കുമ്പോൾ നമ്പർ ഓഫ് പ്ലീറ്റ്സ് വരിക. എന്നാൽ 1/2 ഇഞ്ചിൻ്റെ ആകുമ്പോഴോ അതിൻ്റെ കാര്യം ഇരട്ടി വരും. ഇനി നമുക്ക് വേണ്ടത് കണ്ടുപിടിക്കേണ്ട ഒരു കാര്യം, അതായത് നമുക്ക് ഈ പ്ലീറ്റ്സ് ഇൻടേക്ക്, അതായത് ഓരോ പ്ലീറ്റ്സിൻ്റെയും ഉള്ളിലേക്ക് നമ്മൾ വെച്ച് കൊടുക്കേണ്ട തുണീൻ്റെ അളവാണ് നമുക്കിനി കണ്ടുപിടിക്കേണ്ടത്. കാരണം നമുക്ക് ഇത്രയും ഫാബ്രിക് ഉണ്ട്, 110 ഇഞ്ച് നമ്മുടെ കയ്യിലുണ്ട്. അത് വെച്ചിട്ട് ഈ 29 പ്ലീറ്റ്സ് എടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കേണ്ട പ്ലീറ്റ്സിൻ്റെ അളവാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതിൻ്റെ കാൽക്കുലേഷനാണ് ഫാബ്രിക്കിൻ്റെ വിഡ്ത്ത് മൈനസ് വേസ്റ്റ് റൗണ്ട്. ഫാബ്രിക്കിൻ്റെ വിഡ്ത്തിന് വേസ്റ്റ് റൗണ്ട് കുറച്ചിട്ട് ആ കിട്ടുന്ന ആൻസറിനെ നമ്പർ ഓഫ് പ്ലീറ്റ്സ് കൊണ്ട് ഹരിക്കണം. മനസ്സിലായോ? ഫാബ്രിക്കിൻ്റെ വിഡ്ത്ത് എത്രയാണെന്ന് നമ്മളിവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. 110 ഇഞ്ച് മൈനസ് ഇഞ്ചസിലാണ് നമ്മളിപ്പോൾ അളക്കുന്നത് കേട്ടോ, കണക്ക് കൂട്ടുന്നത്. മൈനസ് വേസ്റ്റ് റൗണ്ട് എത്ര? 29. 110-ന്ന് 29 പോയാൽ എത്ര വരും? 81 വരും. 81. ഈ 81-നെ 29 കൊണ്ട് ഹരിക്കണം. താഴത്തെ 29 എന്താണ്? നമ്മുടെ നമ്പർ ഓഫ് പ്ലീറ്റ്സ് ആണ്.
അപ്പോൾ ഈ 81നെ 29 കൊണ്ട് ഹരിച്ച് കഴിയുമ്പോൾ 2.7 വരും. ഈ 2.7 ആണ് ഓരോ പ്ലീറ്റ്സിൻ്റെയും ഉള്ളിലേക്ക് നമ്മൾ ഇൻടേക്കായിട്ട് വെച്ച് കൊടുക്കേണ്ട അളവ്. മനസ്സിലായല്ലോ? നമ്മുടെ അങ്ങനെ നമ്മളിത് ചെയ്ത് വരുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ഫാബ്രിക് മൊത്തം നമുക്ക് ഇതിലേക്ക് ഈ സ്കേർട്ട് തയ്ച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ 110 ഇഞ്ചിനെ നമ്മൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 110നെ 40 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് മീറ്ററിലേക്ക് കിട്ടും. 2.7 ആണ്. അപ്പോൾ 2 മീറ്ററും 7, അതായത് 2.7 മീറ്ററാണ് നമുക്ക് ടോട്ടൽ. 3 മീറ്റർ ഇല്ല, 3 മീറ്ററിൽ കുറച്ച് കുറവാണ് ഫാബ്രിക് ഉണ്ടായിരുന്നത് കേട്ടോ. ഇനി നമുക്കിത് നമ്മുടെ സ്കേർട്ടിലേക്ക് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. ആദ്യം നമ്മളൊരു 1/2 ഇഞ്ച് സീം അലവൻസിനും അത് കഴിഞ്ഞിട്ട് ആദ്യം ഒരു 1 ഇഞ്ച് മാർക്ക് ചെയ്യാം. അതിന് ശേഷം വീണ്ടും ഒരു 1 ഇഞ്ചും കൂടി മാർക്ക് ചെയ്യാം. ഓക്കെ, ഒരു 1/2 ഇഞ്ച് നമ്മൾക്ക് മടക്കി അടിക്കാൻ വിട്ടതിന് ശേഷം ആദ്യം 1 ഇഞ്ച് മാർക്ക് ചെയ്തു. അതിൻ്റെ അടുത്ത് ഒരു 1 ഇഞ്ചും കൂടി മാർക്ക് ചെയ്തു. രണ്ടാമത് മാർക്ക് ചെയ്ത 1 ഇഞ്ചിൽ നിന്നും അതിനിപ്പുറത്തേക്ക് 2.7 മാർക്ക് ചെയ്യുക. നമുക്ക് ഇൻടേക്കായിട്ട് നമ്മൾ എടുക്കുന്നതാണ് 2.7. അത് കഴിഞ്ഞിട്ട് ഒരു 2.7 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 1 ഇഞ്ച് മാർക്ക് ചെയ്യുക, പിന്നെ 2.7 മാർക്ക് ചെയ്യുക, അതിനുശേഷം വീണ്ടും 1 ഇഞ്ച് മാർക്ക് ചെയ്യുക, അതിനുശേഷം 2.7 മാർക്ക് ചെയ്യുക. ഓരോ 1 ഇഞ്ച് കഴിയുമ്പോഴും 2.7ഉം 2.7 കഴിയുമ്പോൾ 1 ഇഞ്ച്, അങ്ങനെ മാർക്ക് ചെയ്ത് നമ്മൾ ലാസ്റ്റ് വരെ മാർക്ക് ചെയ്ത് പോകുക. ഈ ഫാബ്രിക്കിൻ്റെ അവസാനം വരെ നമുക്ക് 1 ഇഞ്ച് 2.7, 1 ഇഞ്ച് 2.7 അങ്ങനെ മാർക്ക് ചെയ്ത് പോവാം. അതിന് ശേഷം വേണം നമുക്കിപ്പോൾ ഒന്നുകൂടി സൂം ചെയ്ത് കാണിച്ചു തരാം. നമ്മളിവിടെ ആദ്യം ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്, നമ്മൾ മടക്കി അടിക്കേണ്ട ഇത്. അത് കഴിഞ്ഞിട്ട് ഒരു 1 ഇഞ്ച് മാർക്ക് ചെയ്തു. രണ്ടാമത് മാർക്ക് ചെയ്ത 1 ഇഞ്ച് ഉണ്ടല്ലോ, ഈ 1 ഇഞ്ചിൽ നിന്ന് നമ്മൾ 2.7 മാർക്ക് ചെയ്തതിലേക്ക് ഈ 1 ഇഞ്ചിനെ എടുത്ത് ആ 2.7 മാർക്ക് ചെയ്തതിലേക്ക് നമ്മളിങ്ങനെ എടുത്തിട്ട് ഒന്ന് പിന്ന് കുത്തി കൊടുക്കാം. ഓക്കെ, അതിന് ശേഷം നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന 1 ഇഞ്ച് ഉണ്ടല്ലോ, ആ 1 ഇഞ്ച് എടുത്തിട്ട് അടുത്ത 2.7ലേക്ക് കുത്തി കൊടുക്കുക. അതേപോലെ ഓരോ 1 ഇഞ്ചും എടുത്ത് 2.7ലേക്ക് 2.7 നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ അതിലേക്ക് ഇങ്ങനെ എടുത്ത് വെച്ച് കൊടുത്തിട്ട് പിൻ ചെയ്ത് ലെവൽ ചെയ്തിട്ട് നമുക്ക് ഈ കംപ്ലീറ്റ് ഇതിന് പിന്നൂത്തി കൊടുക്കാം. കുറച്ച് മുട്ട് സൂചീൻ്റെ ആവശ്യമാണ് ഈ സ്കേർട്ട് തയ്ക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഇതുപോലത്തെ കുറച്ച് പിന്നുകളാണ് കേട്ടോ, പേൾ പിൻസ്. ഇതുണ്ടെങ്കിൽ നമുക്കിത് നല്ലപോലെ പിൻ ചെയ്ത് വെച്ചാൽ നമുക്ക് എളുപ്പമുണ്ടാവും. പ്ലീറ്റ്സ് എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് അയൺ ചെയ്ത് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് സ്റ്റിച്ചിങ് ഭയങ്കര എളുപ്പമായിരിക്കും. ഇതിൻ്റെ മെയിൻ ഒരു പണിയെന്ന് പറയുന്നത് നമ്മൾ ഈ പ്ലീറ്റ്സ് ഇട്ട് ഈ പിന്ന് കുത്തിയെടുത്ത് അയൺ ചെയ്തെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് വരുമ്പോൾ നമുക്കിതുപോലെ നല്ല ലെവലിൽ അയൺ ചെയ്തെടുത്തതിന് ശേഷം ബാക്കി സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് നല്ല ഒതുങ്ങി കിടക്കുകയും ചെയ്യും. പിന്നീട് അയൺ ചെയ്യുന്നതിനേക്കാളും നല്ലത് നമ്മൾ ഈ ഒരു ടൈമിൽ തന്നെ അയൺ ചെയ്ത് വെക്കുന്നത് തന്നെയാണ് കേട്ടോ. ഇപ്പോൾ നമ്മളത് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് പട്ട വെക്കണം, വേസ്റ്റ് ബാൻഡ് അല്ലേ. അതിന് വേണ്ടിയിട്ട് നമുക്ക് 29 അല്ലേ വേണ്ടത്. ഒരു 1 ഇഞ്ച് കൂട്ടി 30 ഇഞ്ചാണ് ലെങ്ത്ത് എടുത്തിരിക്കുന്നത്. 5 ഇഞ്ച് വീതിയാണ് ഈ ബാൻഡിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. 30 ഇഞ്ച് നീളവും എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഒരു 30 30 എടുത്താലും കുഴപ്പമില്ല. ലാസ്റ്റ് തയ്ച്ച് വന്നിട്ട് എക്സ്ട്രാ വരുമ്പോൾ നമുക്കത് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. എന്താണെന്ന് വെച്ചാൽ ഇത് തികയാതെ വരരുത്. അതിനുശേഷം നമുക്ക് വള്ളി വെക്കണമല്ലേ. വള്ളി വെക്കാൻ വേണ്ടി 1.5 ഇഞ്ച് വീതിയിൽ 30 ഇഞ്ച് നീളത്തിൽ ഇതേപോലത്തെ 2 പീസ് ഞാൻ എടുക്കുന്നുണ്ട്. നമ്മൾ വള്ളി വെച്ചിട്ടുള്ള ഒരു സ്കേർട്ടാണ് ചെയ്യുന്നത് കേട്ടോ. കഴിഞ്ഞ ഇതിൽ നമ്മൾ കൊളുത്തായിരുന്നു വെച്ചത്, ഇതിൽ ഞാൻ വള്ളിയാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ പിന്ന് കുത്തി വെച്ചിരിക്കുന്ന ഈ സ്കേർട്ട് ഉണ്ടല്ലോ, ഈ സ്കേർട്ട് നമുക്ക് ഈ ഇതിൻ്റെ സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഈ പിന്നുകളെല്ലാം അഴിച്ചെടുക്കാം. അതിന് വേണ്ടി അപ്പോൾ അതിന് വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും മുകളിൽ കൂടെ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ഈ പിന്നൊക്കെ അഴിച്ച് മാറ്റിയിട്ട് ഒരു ചെറിയൊരു 1/4 ഇഞ്ച് വീതിയിൽ നമുക്ക് ഏറ്റവും മുകളിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. പതുക്കെ ആ ഒരു പ്ലീറ്റ്സ് നമുക്ക് ചേഞ്ചായി പോവാണ്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ ഷേപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയൊന്നും പോവരുത്. നമ്മൾ പിന്നെ എങ്ങനെയാണോ കുത്തി വെച്ചത് അതേ ഒരു ഇതിൽ തന്നെ നമുക്ക് സ്റ്റിച്ച് ഇട്ട് പോകണം. ഈ സ്കേർട്ട് നമ്മൾ ലൈനിങ് ഇല്ലാണ്ടാണ് ചെയ്തിരിക്കുന്നത്.
ലെവലിൽ പിടിച്ചു കൊടുത്ത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. പതുക്കെ പതുക്കെ ചെയ്ത് കൊടുത്താൽ മതി, തിരക്കൊന്നും കൂട്ടിയിട്ട് ചെയ്യാതിട്ടുണ്ടാ. അപ്പോൾ നമ്മൾ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ മുകളിലൂടെ സ്റ്റിച്ച് ഇട്ടതിന് ശേഷം നമുക്ക് ഉള്ളിലേക്കും വെച്ചിട്ട് ഇതുകൊണ്ട് ഒരു ചെറിയ 1/4 ഇഞ്ച് വീതിയിൽ ആ ഒരു സൈഡ് ഒരു കുറച്ച് ഭാഗം ഒരു 4 ഇഞ്ചൊക്കെ വരുന്ന പോലെ ഒന്ന് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സൈഡിൽ 2 സൈഡും ഉള്ളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ 1/4 ഇഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ 1/2 ഇഞ്ച് അവിടെ വെട്ടിരുന്നല്ലോ തയ്യൽ തുമ്പിന്, ആ തയ്യൽ തുമ്പിനെയാണ് നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അത്രയും ഒരു കുറച്ചും മതി. നമ്മൾ അവിടെ ഒരു ഓപ്പണിങ്, ചെറിയൊരു ഓപ്പണിങ് കൊടുക്കുന്നുണ്ടല്ലോ ഒരു 2 ഇഞ്ച്, ആ 2 അതിന് വേണ്ടി കണക്കായിട്ട് മതി. ബാക്കി നമുക്ക് ചേർത്ത് അങ്ങ് അടിച്ച് ജോയിൻ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. 2 സൈഡും ആ ഒരു 1/4 ഇഞ്ച് വീതിയിൽ നമ്മൾ 1/2 ഇഞ്ചാണ് നമ്മൾ തയ്യൽ തുമ്പ് വിട്ടത്. അപ്പോൾ 1/4 ഇഞ്ചൊക്കെ നമുക്ക് അവിടെ ചെയ്യാനുണ്ടാവുള്ളൂ. രണ്ടും നല്ല നീറ്റായിട്ട് വെച്ച് മടക്കി കൊടുത്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് വെക്കണം. അതിന് ശേഷമാണ് നമ്മൾ പടി വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പടി വെക്കണം. പടി വെക്കുന്നതിന് മുമ്പ് നമുക്കിത് വള്ളി വെക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വള്ളിക്ക് വേണ്ടിയിട്ട് അടിക്കാം. ഞാനത് വോയിസ് ഓവർ പിന്നീട് കൊടുക്കുന്നുണ്ട്, ചിലപ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ വരും പറയുമ്പോഴേ, ക്ഷമിക്കണം കേട്ടോ. നമുക്ക് ആദ്യം ഇത് പടി വെച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മൾ പള്ളിയുടെ നല്ല വശത്താണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. പടിയുടെ നല്ല വശവും സ്കേർട്ടിൻ്റെ നല്ല വശവും തമ്മിൽ ചേർത്ത് വെച്ചിട്ടാണ് വെക്കുന്നത്. ഒരു 1/2 ഇഞ്ച് മറ്റേ നമ്മൾ ബാൻഡിൻ്റെ ഉണ്ടല്ലോ, അത് ഇതിനേക്കാളും 1/2 ഇഞ്ച് പുറത്തേക്ക് തള്ളി വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാൻ. സ്കേർട്ടിനേക്കാളും 1/2 ഇഞ്ച് ബാൻഡിൻ്റെ ഇത് പുറത്തേക്ക് വെച്ച്, സ്കേർട്ടിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് പുറത്തേക്ക് നീങ്ങി നിൽക്കുന്ന പോലെ വെച്ച് കൊടുത്തിട്ട് നമുക്കൊരു 1/2 ഇഞ്ച് വീതിയിൽ ഞാനൊരു ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും വളഞ്ഞു പോകാതിരിക്കാനാണ് ഒരു ലൈൻ വരച്ച് കൊടുത്തത്. നിങ്ങളും അതുപോലെ ഒന്ന് വരച്ചിട്ട് ആ ലൈനിൽ കൂടെ സ്റ്റിച്ച് ചെയ്താൽ നല്ല നീറ്റായിട്ട് നമുക്ക് കുറച്ച് കൂടിയും കുറഞ്ഞൊന്നും പോകില്ല, അതേ ഒരു ലെവലിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് ഇത് വലിച്ചൊന്നും പിടിക്കരുത് കേട്ടോ. ആ വേസ്റ്റ് ബാൻഡിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന തുണിയുണ്ടല്ലോ, അത് വലിച്ചു പിടിച്ചൊന്നും അടിക്കരുത്. അത് അതേ ലെവലിൽ വെച്ച് തന്നെ അടിക്കണം. ഈ വലിച്ചൊക്കെ പിടിച്ച് അടിക്കുമ്പോഴാണ് ഈ ഇതൊക്കെ വരുന്നത്, അങ്ങോട്ട് ഒരു ഇങ്ങനെ പൊന്തി പൊന്തി നിൽക്കുന്ന പോലെയൊക്കെ വരുന്നത്. ഈ അവസാനത്തെ എൻഡിൽ ഒരു 1/2 ഇഞ്ച് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന പോലെയാണ് നമ്മുടെ ഈ ബാൻഡ് ഉണ്ടാവുക. അത് നമ്മൾ വള്ളി വെക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു രീതിയിൽ എടുക്കുന്നത് കേട്ടോ. എത്ര കത്രിക ഉണ്ടെങ്കിലും കടിച്ചു മുറിക്കുക അറിയാണ്ട് വീഡിയോ എടുക്കുക എന്നുള്ള കാര്യം ചില സമയത്തേക്ക് ഓർമ്മയില്ലാണ്ടായി പോവുകയാണേ. എന്നാലും എന്താ പറയുക, ഈ വള്ളി എടുത്തിട്ട് നമുക്കിതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മടക്കി വെച്ചിട്ട് ശേഷം നടുക്കൂടെ ഒന്നുകൂടെ മടക്കിയിട്ട് അതും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അതേപോലെ ഉള്ളിലേക്ക് ആക്കി കൊടുത്തിട്ട് ശേഷം ചെറിയൊരു വീതിയിൽ വേണം നമുക്ക് ഇത് വലിയ മത്തങ്ങ പോലത്തെ വള്ളിയൊന്നും ആക്കി വെക്കണ്ട, ചെറിയ വീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. 1.5 ഇഞ്ചാണ് ഞാൻ ഇതിൻ്റെ വീതി എടുത്തിട്ടുള്ളത് കേട്ടോ. കൈ കൊണ്ടൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അത് വള്ളി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലത്തെ 2 വള്ളി നമുക്ക് റെഡിയാക്കി എടുക്കണം. നമ്മൾ 2 വള്ളിയും അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് ഈ ബാൻഡിലേക്ക് വെക്കുന്നത് എന്ന് നോക്കാം. ഇതിൻ്റെ നല്ല വശമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നല്ല വശത്ത് നമുക്ക് ഇതൊന്ന് മാർക്ക് ചെയ്ത് വെക്കണം, എവിടെയാണ് വെക്കേണ്ടത് എന്ന്. അപ്പോൾ നമ്മളിത് ആ ബാൻഡിൻ്റെ പീസ് താഴത്തേക്ക് വരുമ്പോൾ നമ്മൾ അടിഭാഗം ജോയിൻ ചെയ്യാനുള്ള ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് വെക്കണം ബാൻഡിൽ തന്നെ കേട്ടോ. അത് ഇങ്ങനെ പുറത്തേക്ക് വരുന്ന രീതിയിൽ വേണം നമ്മൾ
കാണിച്ചു തരാം. ആദ്യം നമുക്ക് അതിനൊന്ന് പിന്ന് ഉപയോഗിച്ച് സെക്യൂർ ചെയ്തേക്കാം വള്ളീനെ, അതിങ്ങനെ ഇളകി കളിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതേപോലെ ഒരു കാലിഞ്ച് അര ഇഞ്ച് വീതം ആ ഒരു അര ഇഞ്ച് വിട്ടുണ്ടല്ലോ, ആ കറക്റ്റ് അര ഇഞ്ച് ഗ്യാപ്പിൽ തന്നെ അത് സ്റ്റിച്ച് ചെയ്തിട്ട് ആ ഒരു നമ്മൾ ആ സ്റ്റിച്ച് നിർത്തിയിട്ടുണ്ടല്ലോ ബാൻഡ്, അവിടെ വരെ വരേ തരാവുള്ളൂ. അതിൻ്റെ താഴത്തേക്ക് ഇറങ്ങാൻ പാടില്ല. അവിടെ വരെ നിർത്തിയതിന് ശേഷം വീണ്ടും മുകളിലേക്ക് ഒന്നും കൂടി ഒരു ഡബിൾ സ്റ്റിച്ച് കൊടുക്കാം. ആ ഒരു വള്ളി ഉള്ള ഭാഗത്ത് ഒരു 2-3 കെട്ടിട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. നമുക്കൊരു ഇതിൽ നിൽക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. വള്ളി കൊടുത്തിരിക്കുന്ന ആ ഒരു ഭാഗമുണ്ട്, വെച്ച സ്ഥലമുണ്ടല്ലോ, അതൊന്ന് 1-2 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കെട്ടിട്ട് കൊടുക്കുന്ന പോലെ അടിച്ചാൽ നല്ലതാണ്. ആ വള്ളി ഒന്ന് വിട്ടു പോകുകയൊന്നും ചെയ്യാതെ, നമ്മളത് വള്ളി ഇങ്ങനെ വലിച്ച് മുറുക്കി കെട്ടുന്നതല്ലേ, അപ്പോൾ അതിനൊരു ടൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി അതിന് ശേഷം നമുക്ക് ഇപ്പുറത്തെ വശത്തെ വള്ളിയും കൂടി വെക്കുന്നത് നോക്കാം. ഇപ്പുറ വശവും അതുപോലെ തന്നെ നല്ല വശത്തേക്ക് നമ്മൾ എവിടെയാണോ വള്ളി വെക്കുക നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, 2 സൈഡും ഒരേപോലെ മാർക്ക് ചെയ്യണം കേട്ടോ. ഒന്ന് മേലെ ഒന്ന് താഴെയായി പോകാൻ പാടില്ല. 2 വള്ളി ഒരേ ലെവലിൽ വരണം. അതുകൊണ്ട് മാർക്ക് ചെയ്തിട്ട് അടിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി കഴിഞ്ഞാൽ നല്ല ഉണ്ടാവില്ല. അതേപോലെ എടുത്ത് വെച്ചതിന് ശേഷം ഇത് താഴെ ഇങ്ങനെ നേരെ താഴത്തേക്ക് മടക്കി വെക്കുക. എന്നിട്ട് ആ അരയിഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്തേക്ക് തന്നെ ആ കറക്റ്റ് അരയിഞ്ചിൽ കൂടെ തന്നെ അടിച്ച് താഴെ വരെ കൊണ്ട് നിർത്തുക. അപ്പോൾ അത് നല്ലോണം ഇതേപോലെ മൂടി കവർ ചെയ്ത് കിട്ടും. ഇനി ഇത് ഉള്ളിലേക്ക് ഇങ്ങനെ തുറന്ന് കഴിയുമ്പോൾ നല്ല നീറ്റായിട്ട് ഒന്ന് കോർണറൊക്കെ ഒന്ന് പിന്ന് പോലെ എന്തെങ്കിലും വെച്ച് ഒന്ന് കുത്തി കൊടുത്ത്, സ്ക്രൂ ഡ്രൈവർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കുത്തി കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കോർണറൊക്കെ ഇങ്ങനെ പോയിൻ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ നല്ല നീറ്റായിട്ട് നമ്മുടെ ബാൻഡ് നല്ല നീറ്റായിട്ട് കിട്ടും നമുക്ക്. ഇനി നമുക്കിത് ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ആ അരയിഞ്ച് ഗ്യാപ്പിൽ കൂടെ തന്നെ ആ ഒരു നമ്മൾ ആദ്യത്തെ സ്റ്റിച്ച് ഇട്ടിട്ടുണ്ടല്ലോ, അതിൽ തന്നെ ഈ ഉള്ളിലേക്ക് വെച്ചിട്ട് നല്ലോണം ഇത് കവർ ചെയ്ത് കൊടുത്തതിന് ശേഷം ആ സ്റ്റിച്ച് അങ്ങനെ ചെയ്ത് ഇത് കൂടെ സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി. നമ്മൾ നല്ല നീറ്റായിട്ട് നമുക്ക് ബാൻഡ് തയ്ച്ചെടുക്കാൻ പറ്റും. അതങ്ങനെ അങ്ങോട്ട് ആ സ്റ്റിച്ച് അങ്ങനെ ഇട്ട് പോവാം കേട്ടോ. ഈ അരയിഞ്ച് അതിൽ ആ ബാൻഡിൽ കൂടെ തന്നെ വെച്ചിട്ട് അതിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് പോവാം. അതിന് ശേഷം നമുക്ക് ഈ ബാൻഡ് ഒന്ന് പതിച്ചടിക്കാം. ഇതിൻ്റെ സൈഡും മുകൾ വശവും കൂടി ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഏറ്റവും അറ്റത്തു കൂടി നല്ല ശ്രദ്ധിച്ച് തയ്ച്ച് പോയാൽ മതി. കൈകൊണ്ടൊന്ന് ഇങ്ങനെ വലിച്ച് പിടിച്ചാൽ, ഒന്ന് ലെവൽ ചെയ്ത് പിടിച്ചാൽ നന്നായിട്ട് തന്നെ നിൽക്കും. അവിടെ ഒന്ന് പോയിൻ്റ് ചെയ്ത് നിർത്തിയതിന് ശേഷം താഴത്തേക്ക് അടിച്ച് ലോക്ക് ചെയ്ത് നിർത്തുക കേട്ടോ. നമ്മുടെ ബാൻഡിൻ്റെ പണി കഴിഞ്ഞ് നമുക്ക് സൈഡ് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടേ ഉള്ളൂ. പട്ടുപാവാടേൻ്റെ തയ്യലൊക്കെ ഭയങ്കര സിമ്പിളാണ്, പെട്ടെന്ന് തീരും. കണ്ടില്ലേ, നമ്മൾ ബാൻഡ് വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് സൈഡും കൂടി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പട്ടുപാവാട റെഡിയായി. നമുക്ക് ഓണത്തിനൊക്കെ പെട്ടെന്ന് നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും. നമുക്ക് സൈഡ് ജോയിൻ ചെയ്തെടുക്കാം. സൈഡ് ജോയിൻ ചെയ്യുമ്പോൾ ഒന്നും ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കിയിട്ടാണ് ജോയിൻ ചെയ്തെടുക്കുന്നത്. കാരണം ഇതിൻ്റെ നൂലൊക്കെ ഇങ്ങനെ വലിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒന്നിങ്ങനെ ഉള്ളിലേക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ പിന്നെ പ്രത്യേകം നമ്മൾ ലോക്ക് ചെയ്യേണ്ടേ അങ്ങനത്തെ ഒരു ആവശ്യം വരുന്നില്ല. ഒരു 2 ഇഞ്ച് നമുക്കവിടെ ഗ്യാപ്പ് വിട്ടതിന് ശേഷം ബാക്കിയുള്ളത് രണ്ടും ഒരേപോലെ വെച്ചിട്ട് ഒരു ഇതിലങ്ങ് ജോയിൻ ചെയ്ത് അങ്ങനെ പോകാം കേട്ടോ.
ലോക്ക് ഇട്ട് കൊടുത്തിട്ട് അതിന് ശേഷം നമുക്കിതിങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക. സൈഡ് ഭാഗം ഉണ്ടല്ലോ, സൈഡ് ഭാഗം നമുക്ക് ഉള്ളിലേക്കൊന്ന് മടക്കി കൊടുത്തിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോവുക. അടിവരെ സ്റ്റിച്ച് ചെയ്ത് മടക്കി കൊടുത്ത് സ്റ്റിച്ച് ചെയ്താൽ ആ നൂലിങ്ങനെ വലിഞ്ഞു പോവില്ല. നമുക്കിത് സൈഡ് ഏറ്റവും ലാസ്റ്റ് എൻഡിൽ വരെ ഇതേപോലെ മടക്കി കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് പോകാം. ഇനി നമുക്കിതിൻ്റെ അറ്റത്ത് വെക്കാൻ വേണ്ടിയിട്ട് 2-3 ടസൽസൊക്കെ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പീസ് ക്ലോത്ത് എടുത്തിട്ടുണ്ട്. 4 ഇഞ്ച് വീതിയും 4 ഇഞ്ച് നീളമുള്ള ഒരേ വലിപ്പത്തിലുള്ള കുറച്ച് പീസുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ബാൻഡിൻ്റെ ഏറ്റവും അടിയിൽ നമുക്കിതുപോലെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിങ്ങനെ കോർണർ ഷേപ്പിൽ ഇതുപോലെ കോൺ ഷേപ്പിൽ വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ ഒരു അടിഭാഗത്തുനിന്ന് തുടങ്ങി ആ കോൺ ഷേപ്പിൽ തന്നെ നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് വരണം. ഓക്കെ, അടിയിൽ നിന്ന് തുടങ്ങിയിട്ട് ആദ്യത്തെ ആ ഒരു കോൺ പോലെ വരുന്നില്ലേ, അവിടെ കൊണ്ടുവന്ന് സൂചി നിർത്തുക, കുത്തി നിർത്തുക കോൺ ഷേപ്പിൽ തന്നെ. ഓക്കെ, അവിടെ നിന്ന് തുടങ്ങിയിട്ട് ആ കോൺ ഷേപ്പിൽ അവിടെ കുത്തി നിർത്തുക. അവിടെ നിന്ന് ഇപ്പുറത്തെ സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്ത് വരണം. പക്ഷെ അത് കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്യരുത്, ഒരു കുറച്ചുകൂടെ ഗ്യാപ്പ് വിടണം. ഇപ്പുറത്തേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അവിടെ വരെ നിർത്തിയതിന് ശേഷം ചെറിയൊരു ഗ്യാപ്പ് വിടണം. ആ ഗ്യാപ്പിൽ കൂടെ നമുക്കിതിനെ തിരിച്ചെടുക്കണം. അവിടെ നിന്ന് അങ്ങനെ നമുക്ക് ആ ഗ്യാപ്പിൽ കൂടെ നമുക്ക് കൈ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് അതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്ത് നമുക്ക് ഇങ്ങനെ തിരിച്ചെടുക്കണം. തിരിച്ചെടുത്തിട്ട് നമ്മൾ ആദ്യം തയ്ച്ച് നിർത്തിയില്ലേ, നമ്മൾ ആ ഒരു വള്ളിയിൽ കയറി തയ്ച്ചിട്ടില്ലേ, അവിടെ കൈ ഇത് വെച്ചതിന് ശേഷം ഇങ്ങനെ കൈ കൊണ്ട് പിടിച്ച് വെച്ചിട്ട് നമ്മൾ കുറച്ച് ഓപ്പണിങ് വിട്ടിരുന്നല്ലേ, ആ ഓപ്പണിങ് ഭാഗം ക്ലോസ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ എന്താ പറയുക, ഒരു വെർട്ടിക്കലായിട്ട് ക്ലോസ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ സൈഡിലേക്ക്. എന്നിട്ട് നമുക്ക് വീണ്ടും അതിനെ താഴത്തേക്ക് ഇങ്ങനെ കമിഴ്ത്തി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടസൽ ഇവിടെ റെഡിയായി. ഇതേപോലെയാണ് സംഭവം വരുന്നത്. ഒന്നും കൂടി ചെയ്ത് കാണിക്കാം നമുക്ക്. അതിൻ്റെ മുകളിലേക്ക് 3 ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിൻ്റെ മുകളിലേക്ക് ഒന്നും കൂടി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതേപോലെ അതിന് ഒരു 2 ഇഞ്ച് ഒരു ടസൽ കഴിഞ്ഞിട്ട് 2 ഇഞ്ച് കഴിഞ്ഞിട്ടാണ് മുകളിലേക്ക് 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെ വേണം നമുക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അടുത്ത ടസലിനുള്ളത്. ഓരോന്ന് കഴിഞ്ഞിട്ടും അതേപോലെ 2 ഇഞ്ച് കഴിഞ്ഞിട്ടാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ഒരെണ്ണം കൂടി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. രണ്ടാമത്തേൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി. അടുത്തത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതുപോലെ വെച്ച് കൊടുക്കുക. അതിന് ശേഷം കോർണർ ഒന്നിങ്ങനെ നമുക്കിങ്ങനെ കോൺ ഷേപ്പിൽ മടക്കി കൊടുക്കുക. കോൺ ഷേപ്പിൽ മടക്കിയിട്ട് ആ ഷേപ്പിൽ തന്നെ നമുക്കിത് സ്റ്റിച്ച് ചെയ്യണം. കോൺ ഷേപ്പിൽ തന്നെ അവിടെ ഒരു 2 കെട്ടിട്ട് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുക, വിട്ടു പോകാതിരിക്കാനാണ്. എന്നിട്ട് ഇവിടെ ഇങ്ങേയറ്റത്ത് അവിടെ വന്നിട്ട് പോയിൻ്റ് കുത്തി നിർത്തുക. സൂചി കുത്തി നിർത്തിയതിന് ശേഷം വീണ്ടും ഇപ്പുറത്തെ സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്ത് വരിക. ആ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ അത് എൻഡ് വരെ സ്റ്റിച്ച് ചെയ്യരുത്, ഒരു കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് അവിടെ നിർത്തുക.
അവിടെ നിർത്തിയതിന് ശേഷം നമുക്കിതെടുത്ത് എക്സ്ട്രാസൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് വിട്ടില്ലേ, അതിൽ കൂടെ നമുക്കിതിനെ തിരിച്ചെടുക്കണം. ആ കോർണർ ഒന്ന് വെട്ടിക്കൊടുത്താൽ നമ്മൾ ഇതൊന്ന് ലെവൽ നല്ല ഫിനിഷിങ്ങിൽ കിട്ടും. തിരിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ അത് നല്ല ലെവലിൽ ആ കോർണർ ഷേപ്പ് ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒന്ന് വെട്ടിക്കൊടുക്കുന്നത്. ആ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ കൂടെ നമുക്കിതിനെ തിരിച്ചെടുക്കാം. എന്തെങ്കിലും സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് തിരിച്ചെടുപ്പിച്ചാൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. സ്ക്രൂ ഡ്രൈവറോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട്, ചെറിയ കമ്പ് പോലത്തെ എന്തെങ്കിലും, അല്ലെങ്കിൽ കൈ വെച്ചിട്ടാണെങ്കിലും നമുക്കതിനെ ഇങ്ങനെ വലിച്ചെടുക്കാൻ പറ്റും. ഇങ്ങനെ എടുത്തതിന് ശേഷം നമ്മൾ ആ ആദ്യം സ്റ്റിച്ച് ഇട്ട് നിർത്തിയില്ലേ, അവിടെ വെച്ചിട്ട് ഇതിൻ്റെ അറ്റം രണ്ടറ്റവും ഒരേപോലെ ഒരേ സൈഡിൽ കൊണ്ട് വെക്കുക. എന്നിട്ട് നമുക്ക് ആ ഒരു മറ്റേ 1/2 ഇഞ്ച് നമ്മൾ ഗ്യാപ്പ് വിടുന്നത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് തിരിച്ച് താഴത്തേക്ക് മറിച്ചിട്ട് കഴിയുമ്പോൾ നമുക്ക് ഇതേപോലത്തെ ടസൽസ് റെഡിയാവും. ഓക്കെ, ഇപ്പോൾ നമ്മുടെ പട്ടുപാവാടേൻ്റെ ഫുൾ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത്തവണത്തെ ഓണത്തിന് നിങ്ങൾ തയ്ച്ച് നോക്കുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല്. എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം അഡ്വാൻസ് ആയിട്ട് നേരുന്നു. അടുത്ത വീഡിയോയുമായി കാണാം. ബൈ ബൈ.